പരിശുദ്ധമായ റമദാനിന്റെ നമ്മുടെ നരകത്തിന്റെ ആരവങ്ങൾ എന്ന മനോഹരമായ വിഷയമാണ് ഇവിടെ പറഞ്ഞു നിർത്തിയത്. കുറെ ആളുകൾ അൽഹംദുലില്ലാ നമ്മോട് ഉസ്താദെ തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ച് നിങ്ങളൊന്ന് ക്ലാസ്സിൽ പറയും, നിങ്ങളുടെ പ്രസംഗത്തിന്റെ അവസാനം ഒന്ന് സൂചിപ്പിക്കാൻ, പലർക്കും ഉപകാരപ്രദമാകുമല്ലോ എന്ന് കുറെ കമന്റുകൾ നമ്മൾ കണ്ടു. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഒരല്പസമയം അതിനുവേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ഒറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒറ്റ രാവുകളിൽ നാം നിസ്കരിക്കാൻ ഏറെ പ്രാധാന്യമുള്ള ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ പ്രിയമുള്ള വിശ്വാസികൾ പഠിച്ചു വെക്കിൻ, ജീവിതത്തിൽ എല്ലാ ദിവസവും നിസ്കരിക്കൽ പ്രത്യേകം കൂലിയുള്ള പ്രതിഫലമുള്ള നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. നീ എല്ലാ ദിവസവും നിസ്കരിക്കാൻ കഴിയുന്നില്ല, തിരക്കാണ് എങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കുക. നമ്മുടെ തിരക്ക് അള്ളാഹ്ക്കറിയാം. ആഴ്ചയിൽ നമുക്ക് സമയമില്ല, 24 മണിക്കൂർ കിട്ടിയിട്ട് നമുക്ക് സമയമില്ല. എന്നാലും പ്രശ്നമില്ല, മാസത്തിലൊരിക്കൽ നിസ്കരിച്ചൂടെ? പടച്ചോനെ, മാസത്തിനും സമയമൊന്നുമില്ല എങ്കിൽ പോട്ടെ, വർഷത്തിലൊരിക്കൽ നിസ്കരിക്കാമല്ലോ. ഇനി അതിനും കഴിയുന്നില്ല, വർഷത്തിൽ ഒരിക്കലും സമയമില്ല, നമ്മൾ ബിസിയാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാണ്, ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടും. നമുക്കറിയാം, ഹജ്ജ് ആയുസ്സിൽ ഒരിക്കലേ നിർബന്ധമുള്ളൂ. ഒരിക്കലും അതുപോലെ നമുക്ക് ചെയ്യൽ പ്രതിഫലാർഹമായ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ചെയ്യൽ നമുക്ക് ബാധ്യതയുള്ള, നാം ചെയ്യൽ നിർവഹിച്ചിരിക്കേണ്ട നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഇത് തന്നെ മതി അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ. 10 പാവങ്ങൾ പൊറുക്കുമെന്നാണ് നബി തങ്ങൾ അബ്ബാസ് തങ്ങളെ പഠിപ്പിച്ചത്. ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഇരുട്ടിലായി പകലിലായി കൂട്ടമായി ഒറ്റയ്ക്കായി ചെയ്തു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു വരുന്നതാണ്. പുതിയതും പഴയതുമായ എല്ലാ പാപങ്ങളും 10 പാപം അള്ളാഹു പുറത്തു വരുന്നതാണ്. 10 തരത്തിലുള്ള പാപങ്ങൾ. അള്ളാഹു നമ്മൾ പാപമോചനം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പ്രിയമുള്ളവരെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നന്നായി നമുക്ക് കണ്ടു മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധയോടെ കേൾക്കിൻ ഇൻഷാ അല്ലാഹ്. വെറുതെ കേട്ടുകളയാതെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച ദിവസമെങ്കിലും റമദാൻ നമ്മൾ നിസ്കരിക്കും, അത് ശരി തന്നെ. റമദാൻ കഴിഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചകളിലെങ്കിലും ഒന്ന് നിസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തി ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന നിസ്കാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, തസ്ബീഹ് നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം സാധാരണ നിസ്കാരങ്ങളെ പോലെയാണ്. പക്ഷെ ശ്രദ്ധിക്കാനുള്ള കാര്യം 4 റക്അത്താണ് തസ്ബീഹ് നിസ്കാരം. പകലാണ് നമ്മൾ തസ്ബീഹ് നമസ്കരിക്കുന്നത് എങ്കിൽ ളുഹർ നമസ്കാരത്തെ പോലെ, അസ്ർ നമസ്കാരത്തെ പോലെ, ഇശാ നമസ്കാരത്തെ പോലെ നമ്മൾ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നത് പോലെ പകലിൽ നിസ്കരിക്കണമെന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരിക. പകലിൽ നമ്മൾ തസ്ബീഹ് നിസ്കരിക്കുകയാണെങ്കിൽ 4ഉം ഒരുമിച്ച് നിസ്കരിക്കണം. അതല്ല രാത്രിയിലാണ് നമ്മൾ നിസ്കരിക്കുന്നത് എങ്കിൽ നമ്മൾ സുബഹി നമസ്കാരം നമസ്കരിക്കുന്നത് പോലെ 2 നിസ്കരിക്കണം. 2 റക്അത്ത് നമസ്കരിക്കുന്നു, ഇവിടെ സലാം വീട്ടുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, നിയ്യത്ത് വെക്കുന്നു, 2 റക്അത്ത് നമസ്കരിക്കുന്നു, അങ്ങനെ 4 റക്അത്ത് നമസ്കരിക്കുന്നു. ഇനിയിപ്പോ മറ്റൊരു കാര്യം, ഇപ്പൊ പകൽ നിസ്കരിക്കാണ് 4 റക്അത്ത് കുറെ സുദീർഘമായ നിസ്കാരമാണല്ലോ. അപ്പൊ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കാൻ ശാരീരിക ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നില്ല എങ്കിൽ, അങ്ങനെ അനുവദിക്കുന്നില്ല എങ്കിൽ നമ്മൾ പകലിലും 2 നിസ്കരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. എങ്ങനെ? ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് എങ്ങനെയെങ്കിലും നിസ്കരിക്കണം. അതാണ് നിസ്കാരമാണല്ലോ മെയിൻ. നമ്മുടെ ഫർദ് നിസ്കാരം അങ്ങനെയാണല്ലോ. നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലേ? ഇരുന്നെങ്കിലും നിസ്കരിക്ക്. ഇരിക്കാൻ കഴിയില്ലേ? കിടന്ന് നിസ്കരിക്കാൻ കഴിയില്ലേ? ആംഗ്യമെങ്കിലും കാണിക്ക്. അതിനും കഴിയില്ലേ? മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് ചിന്തിക്ക്. അവിടെയാണ് നിസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഒളു എടുത്ത് ഒളുവിന് ശേഷമുള്ള ദുആയൊക്കെ നമ്മൾ പറഞ്ഞു. നേരെ നമ്മൾ എന്ത് ചെയ്തു? നിസ്കാരപ്പായിലേക്ക് വന്നു. നിസ്കാരപ്പായിലേക്ക് നമ്മൾ വന്നു. രാത്രിയാണ് നിസ്കരിക്കുന്നത് എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ 25ാമത്തെ രാവ് നമ്മിലേക്ക് സമാഗതമാകുന്നു, 27 രാവ് വരുന്നു, 29ാം രാവ് വരുന്നു. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നവരാണ്. ഇനി ഒരു സംശയം, ഈ തസ്ബീഹ് നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാമോ? അങ്ങനെ ജമാഅത്തായി നിർവഹിക്കേണ്ട നിസ്കാരമല്ല. ഏറ്റവും നല്ലത് ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ്. ഉസ്താദേ, നമുക്കറിയില്ല, ഇത് പഠിക്കാനാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു. ഒരു 5 മിനിറ്റ് സമയം കണ്ടെത്തിയാൽ നമുക്കിത് പഠിച്ചെടുക്കാൻ കഴിയും. ഇനി ജമാഅത്ത് നിസ്കരിക്കാമോ? ചില പള്ളികളിലൊക്കെ തറാവി നമസ്കാര ശേഷം ഇമാമ് ജമാഅത്ത് നിർവഹിക്കുന്നുണ്ട്. അവിടെ ജമാഅത്തിന്റെ നിയ്യത്തല്ല, ജനങ്ങളെ പഠിപ്പിക്കാൻ എന്ന നിയ്യത്തിലോ ജനങ്ങൾക്ക് തെറ്റിപ്പോകുമെന്ന ചിന്തയുള്ളതിന്റെ പേരിലോ ഒരാൾ നേതൃത്വം കൊടുത്തുകൊണ്ട് പുറകിൽ അതുപോലെ നിസ്കരിക്കൽ അനുവാദമുണ്ട്. അല്ലാതെ ജമാഅത്തായിട്ട് എന്നുള്ള നിസ്കാരമല്ല തസ്ബീഹ് നിസ്കാരം എന്ന് മനസ്സിലായില്ലേ? അതായത് ചെയ്തു പോയ തെറ്റിപ്പോന്നറിയാം. ഇപ്പൊ ഇമാം നിസ്കരിക്കുന്നു, അത് കണ്ട് നിസ്കരിക്കട്ടെ. ആ
നിയ്യത്തിൽ നമുക്ക് നിസ്കരിക്കാം. അല്ലാതെ ജമാഅത്തായി തന്നെ നിർവഹിക്കണമെന്ന നിർബന്ധം ഇല്ല. ഒറ്റയ്ക്ക് നിസ്കരിക്കലാണ് ഏറ്റവും നല്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പഠിച്ചിരിക്കും. അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ. അപ്പൊ എന്റെ സഹോദരങ്ങളെ, നമ്മൾ കേട്ടോളി. തസ്ബീഹ് നിസ്കാരം നമ്മൾ ഒതു എടുത്ത് നിസ്കാരപ്പായിലേക്ക് വന്നു. നമ്മൾ പറയാം നിയ്യത്ത് വെക്കാണ്. തസ്ബീഹ് എന്ന സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലയ്ക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നമ്മൾ നിയ്യത്ത് വെച്ചു. നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ നേരെ തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ തസ്ബീഹ് ചൊല്ലലാണ്. 300 തസ്ബീഹ് നമ്മൾ ചൊല്ലണം. ഏത് തസ്ബീഹ ചൊല്ലേണ്ടത്? എല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ്. ഇതറിയാത്ത ആരും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ നിസ്കാര ശേഷം നമ്മൾ പറയും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 4 നമ്മൾ പറയും. 33 തവണ വെച്ച് നമ്മൾ പറയില്ലേ? അത് നമ്മൾ ചേർത്ത് പറയാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ അധികമാക്കണമെങ്കിൽ കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ എന്ന് പറയാം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നല്ലത് ഏതാണ്? വാരിദായി വന്ന മഹാരഥന്മാർ പഠിപ്പിച്ച സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. എത്ര എണ്ണം? 300 എണ്ണം. 4 റക്അത്തിലായി 300 എണ്ണം. ആദ്യത്തെ റക്അത്തിൽ 75, രണ്ടാമത്തെ റക്അത്തിൽ 75. അപ്പൊ 75 + 75 150. രണ്ടാമത്തെ റക്അത്തിൽ 150. അപ്പൊ 150 + 150 300 എണ്ണം നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ നേരെ നിയ്യത്ത് വെച്ചു. തസ്ബീഹ് എന്ന സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഖിബലയ്ക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന്. അല്ലാഹു അക്ബർ. കൈകെട്ടിയിട്ട് നമ്മൾ സാധാരണ നിസ്കാരങ്ങളെ പോലെ ദുആഉൽ ഇഫ്തിതാഹ്. ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് തുടങ്ങുന്ന വജ്ജഹതു നമ്മൾ ഓതി. വജ്ജഹതു നമ്മൾ ഓതിയതിനു ശേഷം സൂറത്തുൽ ഫാത്തിഹ അഊദു ബിസ്മി നമ്മൾ ഓതണം. അഊദു ബിസ്മി നമ്മൾ ഓതി ശ്രദ്ധയോടെ, ഒതുക്കത്തോടെ, അടക്കത്തോടെ, വെപ്രാളപ്പെട്ട് ഓതാതെ, ഒച്ചത്തിൽ ഓതാതെ ളുഹർ അസ്ർ നമസ്കരിക്കുന്നത് പോലെ പതുക്കെ മനസ്സിൽ ഓതുക. സ്വന്തം ശരീരം കേൾക്കുന്ന രീതിയിൽ ഓതുക. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നമ്മുടെ നഫ്സ് ശരീരം കേൾക്കുന്ന ഓതുക. എന്നിട്ട് സൂറത്ത് ഓതുക. ഏത് സൂറത്താണ്? ഏത് സൂറത്തും ഓതാം. ഉസ്താദേ തസ്ബീഹ് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഉസ്താദേ, സൂറത്ത് കാണാതെ അറിയില്ലല്ലോ. വേണ്ട, അറിയാവുന്ന സൂറത്ത്. ഇന്നാ അഅതൈനാക്കൽ കൗസർ, സൂറത്തുൽ കൗസർ ചെറിയ സൂറത്താണല്ലോ, അതേ അറിയാവുള്ളൂ, അത് ഓതിയാൽ മതി. എന്നാലും മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ വാരിദായി വന്ന് പഠിപ്പിച്ച ചില സൂറത്തുകളുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തു തക്കാസുർ. ഏതാണ് ആ സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സൂറത്തു തക്കാസുർ. ഈ സൂറത്ത് ഓതുക. ഈ സൂറത്ത് അപ്പോൾ വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, സൂറത്തു തക്കാസുർ ഓതി. തക്കാസുർ അറിയുമെങ്കിൽ അത് ഓതുക, അതിൽ അറിയാവുന്ന സൂറത്ത് ഓതുക. നമ്മൾ കൈകെട്ട് വെച്ചേക്കുക. കൈകെട്ടുക. ഇവിടെ നൃത്തത്തിൽ ആദ്യം 15 തസ്ബീഹ്. തസ്ബീഹ് തുടക്കത്തിൽ പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഓർമ്മയിൽ നിൽക്കില്ലെങ്കിൽ എഴുതിയെടുത്ത് വെക്കുക. ഇവിടെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. 15 എണ്ണം. ഉസ്താദേ എങ്ങനെയാണ് എണ്ണ എടുക്കുക? തസ്ബീഹ് പിടിക്കാൻ പറ്റൂലല്ലോ, പിന്നെ എന്ത് ചെയ്യും? വിരൽ കൊണ്ട് എണ്ണ. നമ്മളിങ്ങനെ കൈ കെട്ടിയേക്കുമല്ലേ? നമ്മളിങ്ങനെ കൈ കെട്ടിയേക്കുവാണ്. കൈ കെട്ടുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചേക്കും. നമ്മളെ കൈ വെച്ചേക്കും. അപ്പം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി. അങ്ങനെ നമുക്ക് എണ്ണാം. 15 എണ്ണം. ഇങ്ങനെ. ഉസ്താദേ നിസ്കാരം മുറിയൂലേ? അനക്കം ഒരുപാട് അനങ്ങിയ നിസ്കാരം ബാത്തിലാവൂലേ? നമ്മൾ ഇങ്ങനെ താളം പിടിക്കുന്നില്ലല്ലോ. നിസ്കാരത്തിൽ താളം പിടിക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ താളം പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളിങ്ങനെ ഒന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞിട്ട് ഇങ്ങനെ പയ്യല്ലേ, അത് പ്രശ്നമില്ല. ചേർന്ന് അനങ്ങിയാലേ നിസ്കാരം ബാത്തിലാകൂ. 15 എണ്ണം. നമ്മൾ നേരെ നമ്മൾ എന്ത് ചെയ്തു? ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, സൂറത്ത് തക്കാസുർ ഓതി, അല്ലെങ്കിൽ അറിയാവുന്ന സൂറത്ത് ഓതി 15 തവണ നേരെ റുക്കൂയിലേക്ക് നമ്മൾ മുട്ടിൽ കൈവച്ചിട്ട് സുബ്ഹാനല്ലാഹി സാധാരണ റുക്കൂ നമ്മൾ പറയില്ലേ? സുബ്ഹാന റബ്ബിൽ അലീ വബിഹംദിഹി, സുബ്ഹാന റബ്ബിൽ അലീ വബിഹംദിഹി എന്ന് പറയാനുള്ള ദിക്ർ പറഞ്ഞിട്ട് അവിടെ 10. അവിടെ നമ്മളിങ്ങനെ കൈ വെച്ചേക്കുക മുട്ടിൽ. അപ്പം അങ്ങനെ പയ്യെ വിരൽ എണ്ണ. ഇങ്ങനെ നമുക്ക് വിരൽ എണ്ണം പിടിക്കാം. ഇങ്ങനെ താളം പിടിച്ചാൽ നിസ്കാരം ബാത്തിലാവും. നമ്മൾ താളം പിടിക്കണ്ട. ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പതുക്കെ നമുക്ക് എണ്ണം കിട്ടാൻ വേണ്ടി 10 എണ്ണം. അപ്പൊ എത്രയായി? 15ഉം 10ഉം 25. സമി അല്ലാഹു ലിമൻ ഹമിദ. അവിടെ നമ്മൾ പറയാനുള്ള ദിക്ർ പറഞ്ഞതിന് ശേഷം കൈ നമ്മൾ താഴ്ത്തിയിടുന്നു. കൈ നമ്മൾ താഴ്ത്തി ഇങ്ങനെ നമ്മുടെ തുടയുടെ ഭാഗത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്.
എന്നിട്ട് അവിടെ നമ്മൾ 10 എണ്ണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി പതുക്കെ നമുക്ക് എണ്ണം പിടിക്കാം. 10 എണ്ണം. അപ്പൊ എത്രയായി? 15ഉം 10ഉം 25, 10, 35 അല്ലേ? നേരെ നമ്മൾ സുജൂദിൽ പോയി. സുജൂദിൽ നമ്മൾ സാധാരണ സുബ്ഹാന റബ്ബിൽ അഅ്ലാ വബിഹംദിഹി എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം അവിടെ 10 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ നമ്മൾ കഴിഞ്ഞു. 3 തവണ പറഞ്ഞ് ഈ 10 തവണ ചൊല്ലി നേരെ ഇടയിലിരുത്താം. അവിടെ നമ്മൾ പറയാനുള്ള ദിക്ർ പറഞ്ഞ് അവിടെയും 10. അപ്പൊ എത്രയായി? നൃത്തത്തിൽ 10, റുക്കൂയിൽ 10, അപ്പൊ നൃത്തത്തിൽ 15, റുക്കൂയിൽ 10, അപ്പൊ എത്രയായി? 25 അല്ലേ? ഇഹ്തിദാലി 10, 35, സുജൂദിൽ 10, 45, ഇടയിലിരുത്തം 10, 55, രണ്ടാമത്തെ സുജൂദ് അവിടെ 10, അപ്പൊ എത്രയായി? 65. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്താ? സാധാരണ നിസ്കാരങ്ങളാണെങ്കിൽ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് സ്പ്രിങ് പൊങ്ങുന്നത് പോലെ ഒരു ഒറ്റ പൊങ്ങലാണ്, റോക്കറ്റ് പൊങ്ങും പോലെ അല്ലേ? നമ്മൾ സാധാരണ എല്ലാ നിസ്കാരങ്ങളിലും 2 സുജൂദ് കഴിഞ്ഞാൽ ഒരു അല്പസമയം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്താണ്. നമ്മൾ ശ്രദ്ധിക്കൂല, നമ്മൾ തീ കൊടുത്ത റോക്കറ്റ് പോലെ ഒരൊറ്റ പൊങ്ങലാ നേരെ. പക്ഷെ അങ്ങനെയല്ല, ഒരു അല്പസമയം, ഒരു സെക്കൻഡ് അവിടെ ഇരിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. ആ ഇരുത്തത്തിൽ 10 തിരിഞ്ഞ 2 സുജൂദ് കഴിഞ്ഞു. 2 സുജൂദിന് ഇടയിലെ കാര്യമല്ല, സുജൂദ് 1 ചെയ്തു, ഇടയിലിരുന്നു, 10 എണ്ണം ചൊല്ലി വീണ്ടും സുജൂദിൽ പോയി. വീണ്ടും എഴുന്നേറ്റ് നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറയും, കൈകെട്ടലാണ് പതിവ്. എന്നാൽ അല്ലാഹു അക്ബർ പറഞ്ഞ് എഴുന്നേറ്റ് പോകാതെ അവിടെ ഇരുന്ന് 10 എണ്ണം ചൊല്ലുക. അപ്പൊ എത്ര? 75 എണ്ണം. ഇവിടെ നേരെ നമ്മൾ എഴുന്നേറ്റ് വന്ന് ഫാത്തിഹ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ നമ്മൾ ഓതിയിട്ട് രണ്ടാമത്തെ റക്അത്തിൽ ഓതൽ പ്രത്യേക സുന്നത്തുള്ള സൂറത്തുൽ അസ്ർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത് ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ സൂറത്ത് ഓതി. എന്നിട്ട് അവിടെ 15. ഇവിടെ നമ്മൾ ഒന്നാമത്തെ റക്അത്ത് എങ്ങനെയാണോ നിസ്കരിച്ചത് അങ്ങനെ അത്തഹിയാത്ത് നമ്മൾ ഓതി. അത്തഹിയാത്തിന് ശേഷം 10 തസ്ബീഹ് നമ്മൾ ചൊല്ലി നമ്മൾ സലാം വീട്ടി. ഇനി അങ്ങനെ 2 റക്അത്ത്, വീണ്ടും 2 റക്അത്ത്, 4 റക്അത്ത്. ഇനി ഇവിടുത്തെ കുറെ സംശയങ്ങളുണ്ട്. ഉസ്താദേ, നമ്മൾ കൈകെട്ടി നിസ്കരിച്ച് 15 എണ്ണം ചൊല്ലിയില്ല, 10 എണ്ണേ ചൊല്ലിയോളൂ എങ്കിൽ റുക്കൂഇല് എത്ര എണ്ണം ചൊല്ലാം? 25 എണ്ണം ചൊല്ലി റിക്കവർ ആക്കി എടുക്കാം, വീണ്ടെടുക്കാം. സുജൂദിൽ ചെയ്യാം, അത്തഹിയാത്തിൽ ചൊല്ലാം, പ്രശ്നമില്ല. മനസ്സിലായ? ഇനി 150 എണ്ണം ചൊല്ലിയില്ല, സലാം വീട്ടിൽ പോയി, അതും പ്രശ്നമില്ല. ഓർമ്മ വന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താണോ അതിൽ നമുക്കത് പൂർത്തീകരിക്കാം. മനസ്സിലായില്ല? ഉദാഹരണം, സുജൂദിൽ നമ്മൾ 10 എണ്ണം ചൊല്ലണം, 10 എണ്ണം ചൊല്ലിയില്ല. അത്തഹിയാത്തിൽ നമ്മൾ വന്നിരുന്നപ്പോഴാണ് ഓർത്ത, പടച്ചവനെ രണ്ടാമത്തെ റക്അത്തിൽ തസ്ബീഹ് ചൊല്ലിയില്ലല്ലോ. പിന്നെ നമ്മൾ സുജൂദിലേക്ക് മടങ്ങാതെ അത്തഹിയാത്തിൽ നമ്മൾ അത്തഹിയാത്ത് ഓതിയിട്ട് 10 തസ്ബീഹ് അത്തഹിയാത്തിൽ ചൊല്ലിയതിനു ശേഷം സുജൂദിലെ 10 എണ്ണം അത്തഹിയാത്തിൽ ഓതാം. അപ്പൊ 150 എണ്ണം 75 എണ്ണം. മനസ്സിലായില്ലേ? അങ്ങനെ വീണ്ടെടുക്കുക. ഇനി നമ്മൾ ചൊല്ലിയില്ല, 10 15 ആയി പോയി, റുക്കൂയിൽ 10 എണ്ണം ചൊല്ലിയാൽ മതി, 15 എണ്ണം ചൊല്ലിപ്പോയി, പ്രശ്നമില്ല. അധികമായാലും പ്രശ്നമില്ല, അത് ബോണസ് ആയിട്ട് ഇരുന്നോട്ടെ. ഇനി 10 എണ്ണത്തിൽ 9 എണ്ണേ ചൊല്ലിയോളൂ, അതും പ്രശ്നമില്ല. നമുക്ക് ഓർമ്മ വന്നാൽ അത് മറ്റ് സുജൂദിലോ ഇഹ്തിദാലിലോ റിക്കവർ ചെയ്തെടുക്കാം. പറയണം, മനസ്സിലാവണില്ലേ? ഇൻഷാ അല്ലാഹ് സംശയം കമന്റ് ചോദിക്കാം. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു റക്അത്തിൽ 150, രണ്ടാമത്തെ റക്അത്തിൽ 150, അങ്ങനെ 300 തസ്ബീഹായി. ഇനി മറ്റ് സംശയം, ഉസ്താദേ കാലൊന്നും വയ്യ, മുട്ടുവേദനയാണ്, നിന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെല്ലിയാൽ മതി. സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാൻ അനുവാദമുണ്ട് സുഖമില്ലാത്തവർക്ക്, പ്രശ്നമില്ല. ഇരുന്ന് നിസ്കരിച്ചാണ് പ്രശ്നമില്ല. ഇനി നമ്മള് നോമ്പൊക്കെയാണ്, നോമ്പ് പിടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അശുദ്ധി, അതായത് ഒതുമുറിയും, ഗ്യാസ് കയറിയിട്ട് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും അറിയോ? നമ്മൾ നിസ്കരിക്കണം, ഒന്നാമത്തെ റക്അത്ത് അല്ലാഹു അക്ബർ സൂറത്തോതി, തക്കാസുർ സൂറത്തോതി, രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്ർ ഓതി, മൂന്നാമത്തെ റക്അത്തിൽ മഹാനദന്മാർ പറയുന്നു ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. മൂന്നാമത്തെ റക്അത്തിൽ നമ്മൾ ഓതേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. മൂന്നാമത്തെ റക്അത്തിൽ. നാലാമത്തേതിൽ സൂറത്തുൽ ഇഖ്ലാസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം
യകുൽ ലഹു കുഫുവൻ അഹദ്. 4 സൂറത്തായി. ഒരു സംശയമുണ്ട്, നമ്മൾ രണ്ടാമത്തെ റക്അത്ത് നിസ്കരിക്കാം, മൊത്തം 4 റക്അത്താണല്ലോ. തക്കാസുർ സൂറത്ത് ഓതി, വൽ അസ്ർ ഓതി, സലാം വീട്ടി. മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതി. നാലാമത്തെ റക്അത്ത് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ടപ്പോൾ ഉളു മുറിഞ്ഞു. 4 റക്അത്താണ് നിസ്കാരം. ഉളു മുറിഞ്ഞാൽ എന്ത് ചെയ്യും? ചില ആളുകൾ പറയും 4 നിസ്കരിക്കണം. എന്നാൽ 4 നിസ്കരിക്കണ്ട, 2 നമുക്ക് പൂർത്തിയാക്കി കിട്ടി. 4ാമത്തെ റക്അത്തിലാണ് പോയതെങ്കിൽ 3ഉം 4ഉം, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. തിരിഞ്ഞ ഒന്നാമത്തെ റക്അത്ത് 2, നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് 2ഉം 2ആയിട്ടാണല്ലോ നിസ്കരിക്കുക. 2 റക്അത്ത് നമുക്ക് കിട്ടി. ഇനി 3ഉം 4ഉമാണ് നിസ്കരിക്കാനുള്ളത്. മൂന്നാമത്തെ റക്അത്ത് സുജൂദി കിടന്നപ്പോൾ ഒളു മുറിഞ്ഞു. നേരെ പോയി ഒളു എടുക്കുക, 3ഉം 4ഉം നിസ്കരിച്ചാൽ മതി. ഒന്നേന്ന് തുടങ്ങണ്ട, ആദ്യം മുതൽ തുടങ്ങണ്ട. തിരിഞ്ഞില്ലേ? അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അങ്ങനെ പ്രിയമുള്ള, അങ്ങനെ നമ്മൾ നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടി നമുക്ക് ദുആ ചെയ്യാം. ഇഷ്ടമുള്ള ദുആ ചെയ്യാം. മലയാളത്തിലോ അറബിയിലോ തമിഴിലോ തെലുങ്കിലോ ഏതിലാണോ ദുആ എന്നോളി, അള്ളാഹു സ്വീകരിക്കും. നമ്മുടെ കൽബിലേക്ക് അല്ല നോക്കേണ്ട, ഭാഷയിലേക്കല്ല. എന്നാൽ അറബിക ദുആ ചെയ്യൽ പ്രത്യേകം അള്ളാഹു പരിഗണിക്കും, ഖുർആന്റെ ഭാഷയല്ലേ. എന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ദുആ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. നമ്മൾ ഈ ദുആ നമ്മൾ ചൊല്ലണം. കഴിയുന്നവർ ഇത് എഴുതിയെടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഭാഷയിൽ ചൊല്ലാം. ഏതാണ് ആ ദുആ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തൗഫീഖ അഹ്ലിൽ ഹുദാ വഅമാല അഹ്ലിൽ യഖീൻ വമുനാസഹത അഹ്ലിൽ തൗബ വഅസ്മി അഹ്ലിൽ സ്വബ്ർ വജിദ്ദ അഹ്ലിൽ ഖശിയ വതലബ അഹ്ലിൽ റഗ്ബ വതഅബ്ബുദ അഹ്ലിൽ വറഅ വഇർഫാന അഹ്ലിൽ ഇൽം ഹത്താ അഖാഫക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മഖാഫതൻ തഹജുസ്നി അൻ മആസിയക ഹത്താ അഅമല ബിതാഅതിക അമലൻ അസ്തഹിഖു ബിഹി റിളാക വഹത്താ ഉനാസിഹുക ഫിത്തൗബതി ഖൗഫൻ മിൻക വഹത്താ ഉഖ്ലിസ ലക നസീഹത ഹയാഅൻ മിൻക വഹത്താ അതവക്കലു അലൈക മിൻ ഉമൂരി കുല്ലിഹാ വഹുസ്നിൽ ളന്നി ബിക സുബ്ഹാനക ഖാലിഖിൻ നൂർ റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഈ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം, അറിയാവുന്ന ചൊല്ലാം ഇൻഷാ അല്ലാഹ്. ഈ നിസ്കാരം റമദാനിലേക്ക് വേണ്ടിയുള്ള മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചകളും കഴിയുന്നവർ നിസ്കരിക്കും. വെള്ളിയാഴ്ച രാവിലെ, വ്യാഴാഴ്ച രാത്രി നിസ്കരിക്കും. എല്ലാ ദിവസവും നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ വളരെ, നമ്മൾ നോക്കുമ്പോൾ വലിയ സമയമുള്ള നിസ്കാരമാണെങ്കിലും നിസ്കരിച്ച് ശരീരം ഇതിലോട്ട് ഇണങ്ങിയാൽ വളരെ ചുരുങ്ങിയ സമയം മതി. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിസ്കാരം പതിവാക്കി, അള്ളാഹു പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തസ്ബീഹിന്റെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്റെ ആയത്ത് കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠതയുള്ള ദിക്റുകൾ, പ്രധാനപ്പെട്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു ദിക്ർ. ഈ ദിക്ർ മുറുകെ പിടിച്ചോളിൻ. എല്ലാവരും നിസ്കരിക്കാൻ ആത്മാർത്ഥമായിട്ട് ദുആരിക്കാൻ. സാധുവിനെ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം, കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഖൈർ തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹ് ഖൈർ തരട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ റമദാൻ പ്രഭാഷണത്തിന്റെ ദുആയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുപോലെ റമദാൻ നമ്മൾ 1 മുതൽ 30 ദിവസം ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 10 മണിക്കാണ് നമ്മുടെ റമദാൻ പ്രഭാഷണം. അതുപോലെ ഓരോ അറിവുകൾ ഓരോ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ചാനൽ ബദറന്തിലെ ലൈവ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധമായ ദുആയിലേക്ക് നമ്മൾ കടക്കുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.